Good morning. Good morning, ma'am. Okay, good morning. Okay, Maria, Priya. Good morning, ma'am. Good morning, Good miss. morning. Okay, Shasina. Angel, Reshmanu. Okay. Okay, Amarjit, Alina, Salman. Okay. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് POMR അല്ലെ, പ്രോബ്ലം ഓറിയന്റഡ്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പ്രധാനമായിട്ടും 3 ഫോർമാറ്റുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് SOMR കേട്ടോ, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഇത് നമ്മൾ കണ്ടു. അതിന്റെ ബെനിഫിറ്റ്സുകളും അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ദെൻ നമ്മൾ പറഞ്ഞത് POMR ആണ് കേട്ടോ, അതായത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്താണ്, പ്രോബ്ലത്തിനെയാണ്, അതായത് ഒരു രോഗിയുടെ ആരോഗ്യ പ്രശ്നങ്ങള്, അവരുടെ ആവശ്യകതകള് അല്ലെങ്കിൽ അവരുടെ കൺസേൺസിന് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ആ ഒരു ഫോർമാറ്റിനെയാണ് POMR എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ POMR-ന് പ്രധാനമായിട്ടും 4 പാർട്ടുകളാണ് ഉള്ളത് അല്ലെ. ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാറ്റാബേസ് ആണ് അല്ലെ. ഡാറ്റാബേസ് എന്താണ് നമ്മൾ പറഞ്ഞു, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റയാണ് അല്ലെ. അതായത് ആ ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും മിനിമം സെറ്റ് ഓഫ് ഡാറ്റ അബൌട്ട് എ പേഷ്യന്റ്. നമ്മളൊരു പേഷ്യന്റിൽ നിന്നും എന്താണ് കളക്ട് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള മിനിമം സെറ്റ് ഓഫ് ഡാറ്റ കേട്ടോ. ഇതാണ് എന്ത് ഡാറ്റാബേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡാറ്റാബേസിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഡാറ്റകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഓക്കെ. പിന്നെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാല് പ്രോബ്ലം ലിസ്റ്റ് ആണ്. അപ്പൊ പ്രോബ്ലം ലിസ്റ്റ് എപ്പോഴും എവിടെയായിരിക്കും? ഇതൊരു POMR ഫോർമാറ്റ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ആ റെക്കോർഡിന്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ടുള്ള ഫോമിലാണ് എന്ത്, അതിലാണ് നമ്മള്, അതാണ് ആ ഒരു ഫോമാണ് പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ആ റെക്കോർഡിന്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ടായിരിക്കും നമ്മൾ ഈ പ്രോബ്ലം ലിസ്റ്റ് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയുള്ള പ്രോബ്ലംസുകളാണെന്നാണ് നമ്മൾ പറഞ്ഞത്? എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസും, ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വൈകാരികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ ഒരു പേഷ്യന്റ് നേരിടുന്ന എല്ലാവിധ പ്രോബ്ലംസുകളും ആ ഒരു ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, പ്രോബ്ലംസ് ഏത് രീതിയിലാണ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നത്? വെറുതെ ഒരു സാധാരണ രീതിയിലാണോ നമ്മൾ അവിടെ അത് ഡോക്യുമെന്റ് ചെയ്യുന്നത്? അല്ല. പിന്നെ എങ്ങനെയാണ്? ഡോക്ടറുടെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ അല്ലെ, ഡോക്ടറുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ ഒരു ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പ്രോബ്ലംസുകളെ അവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പ്രോബ്ലം ലിസ്റ്റ് സ്റ്റേബിൾ ആണോ? ഒരിക്കലും അല്ല, സ്റ്റേബിൾ അല്ല അല്ലെ. കാര്യം എന്താണ്, പുതിയ പുതിയ പ്രോബ്ലംസുകൾ വരുമ്പോ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യും അല്ലെ. അതേസമയം പ്രോബ്ലംസുകൾ, പരിഹരിക്കപ്പെട്ട പ്രോബ്ലംസുകളാണെങ്കിൽ അതിനെ നമ്മൾ റിമൂവ് ചെയ്യും. അങ്ങനെ അഡിഷൻസുകളും ചേഞ്ചസുകളും ഇവിടെ നടക്കുന്നുണ്ട്, പ്രോബ്ലം ലിസ്റ്റിനകത്ത് നടക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു പ്രോബ്ലംസ് ആർ മാർക്ക്ഡ്, ഡ്രോപ്ഡ് ഓർ റിസോൾവ്ഡ്. അതുപോലെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങള്, റിസോൾവ് ചെയ്തിട്ടില്ല, പരിഹരിച്ചിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. വായിച്ചു നോക്കി ഇത്രയും ഭാഗങ്ങള് ഓക്കെ ആണ് എല്ലാവർക്കും? POMR ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാനേ. നെക്സ്റ്റ് വരുന്നത്, അപ്പൊ നമ്മള് ഡാറ്റാബേസ് കഴിഞ്ഞു, പ്രോബ്ലം ലിസ്റ്റ് കഴിഞ്ഞു. ഇനി പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട എന്ത് വേണം? പരിഹാരങ്ങള്, അതിന് വേണ്ട പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ ആക്ഷൻ പ്ലാനുകൾ എടുക്കണം അല്ലെ. അതല്ലേ മൂന്നാമത്തെ പാർട്ടായിട്ട് വരിക. അത് തന്നെയാണ് ഇനീഷ്യൽ പ്ലാൻസ് കേട്ടോ. ഇനീഷ്യൽ പ്ലാൻസ്, അതായത് നമ്മൾ പ്രോബ്ലം ലിസ്റ്റിനകത്ത് എല്ലാ പ്രോബ്ലംസും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകളാണ് നമ്മൾ അവിടെ തയ്യാറാക്കുന്നത്. അതാണ് ഇനീഷ്യൽ പ്ലാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം കേട്ടോ. ഇറ്റ് എക്സ്പ്ലെയിൻസ് what will be done
to learn more about the patient's condition, treat the condition, and instruct the patient about the condition. അപ്പൊ നമ്മളൊരു പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ തരത്തിലുള്ള പ്ലാനിങ്ങും വരുന്നുണ്ട്. ട്രീറ്റ്മെന്റ് മാത്രമല്ല, ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള പ്ലാനിങ് മാത്രമല്ല, അവരുടെ രോഗത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് what will be done to learn more about the patient's condition, അല്ലെ? അതായത് ഒരു പേഷ്യന്റിന്റെ കണ്ടീഷനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനി കൂടുതൽ പഠിക്കണം, അതുപോലെ തന്നെ അവരുടെ കണ്ടീഷനെ ട്രീറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇനി അവരുടെ കണ്ടീഷനെ പറ്റി എങ്ങനെ പേഷ്യൻസിന് നിർദ്ദേശങ്ങൾ കൊടുക്കണം, അല്ലെ? കാര്യം രോഗിയുടെ ഒരു സഹകരണം കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അവരുടെ കണ്ടീഷനെ പറ്റി, പേഷ്യന്റിന്റെ കണ്ടീഷനെ പറ്റി മനസ്സിലാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ലേൺ ചെയ്യണം, എന്തൊക്കെ ഡയഗ്നോസിസ് ആയി എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ കണ്ടെത്തണം, പഠിക്കണം, അതുപോലെ ട്രീറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇനി അവരുടെ ആ ഒരു കണ്ടീഷനെ പറ്റിയിട്ട് എങ്ങനെ പേഷ്യൻസിന് നമ്മൾ നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും എന്തിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, ഇനീഷ്യൽ പ്ലാൻസിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, കണ്ടീഷൻ ഡൗട്ടഡ് ഓർ നോട്ട് ടു ബി റൂൾഡ് ഔട്ട് ആർ നോട്ടഡ് ഇൻ ദ ഇനീഷ്യൽ പ്ലാൻ. അതുകൂടാതെ കണ്ടീഷൻ ഡൗട്ടഡ്, സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു പ്രോബ്ലം വരുമ്പോ പറയുന്ന ഡോക്ടർക്ക് ചില അസംഷൻസ് ഉണ്ടായിരിക്കും, അല്ലെ? ഇന്ന അസുഖമാവാം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സിംറ്റംസ് കാണുമ്പോൾ ഇന്ന രീതിയിൽ പല അസംഷൻസുകൾ ആർക്കും ഉണ്ടാവാം, ഫിസിഷ്യൻ ഉണ്ടാവാം, ഡോക്ടർക്ക് ഉണ്ടാവാം. അപ്പോ അവര് പിന്നെ എന്താണ്, കൂടുതൽ ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ ഫിസിക്കൽ എക്സാമിനേഷനും ഒക്കെ നടത്തി കഴിയുമ്പോഴാണ് നമുക്ക് ആ രോഗം എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുവരെ ഡോക്ടർക്ക് പല അസംഷൻസുകൾ ഉണ്ടായിരിക്കാം, അതിൽ ഡൗട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെ? അപ്പൊ അതാണ് പറയുന്നത് കണ്ടീഷൻ ഡൗട്ടഡ്, സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നോട്ട് ടു ബി റൂൾഡ് ഔട്ട്. നോട്ട് ടു ബി റൂൾഡ് ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ തള്ളി കളയാനാവാത്ത കാര്യങ്ങൾ വെച്ചാൽ കൺഫേംഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? ഒരു കാരണവശാലും അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെ? തള്ളി കളയാനാകാത്ത ഉറപ്പുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനീഷ്യൽ പ്ലാനിനകത്ത് കൃത്യമായിട്ട് ഇടത്ത് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, സ്പെസിഫിക് പ്ലാൻസ് ഫോർ ഈച്ച് പ്രോബ്ലംസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു മോർ ഇൻഫർമേഷൻ ഫോർ ദ ഡയഗ്നോസിസ് മാനേജ്മെന്റ് റൂൾഡ് ഔട്ട്. കേട്ടോ, അതായത് നമ്മൾ POMR പറഞ്ഞപ്പോ തുടക്കം പറഞ്ഞൊരു കാര്യമാണ്, അതായത് പേഷ്യൻസിന് വ്യക്തിഗതമായിട്ട് തന്നെ അവരുടെ പ്രോബ്ലംസുകളെ അസസ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ഒരു പരിഹാരം അവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. അതാണല്ലോ POMRന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പ്രോബ്ലത്തിനും വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് പ്ലാനുകൾ തയ്യാറാക്കും. എത്ര പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു രോഗി ഫേസ് ചെയ്യുന്ന എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, ആ ഓരോ പ്രോബ്ലത്തിനുമായിട്ട് പ്രത്യേകം സ്പെസിഫിക് പ്ലാനുകൾ തയ്യാറാക്കി കൂടുതൽ ഡയഗ്നോസിസിനും മാനേജ്മെന്റിനുമായിട്ട് കൂടുതൽ ഇൻഫർമേഷൻസും മറ്റും കളക്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം കാറ്റഗറൈസ് ചെയ്ത് ഓരോ പ്രോബ്ലത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാനുകൾ അവിടെ തയ്യാറാക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്, തെറാപ്പി, അല്ലെ? തെറാപ്പി ട്രീറ്റ്മെന്റ്, അതിന്റെ ഭാഗമായിട്ട് പ്ലാനുകൾ മാത്രമല്ല, പ്ലാൻ അനുസരിച്ച് എന്ത് കൊടുക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? അതാണ് തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. തെറാപ്പി എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡ്രഗ്സ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ഗോൾസ് കേട്ടോ. ഈ പറയുന്ന നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന മരുന്നുകള്, മറ്റുള്ള പ്രൊസീജിയറുകള്, അതിന്റെ എല്ലാം തന്നെ വിശദാംശങ്ങള് ഇതിനകത്തുണ്ട്, ഇനീഷ്യൽ പ്ലാനിനകത്ത് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എന്താണ്, പേഷ്യന്റ് എഡ്യൂക്കേഷൻ. നമ്മൾ തുടക്കം ഒരു കാര്യം പറഞ്ഞില്ലേ, ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് അബൌട്ട് ദ കണ്ടീഷൻ. അവരുടെ രോഗത്തെ പറ്റി, അവരുടെ കണ്ടീഷനെ പറ്റിയിട്ട് പേഷ്യന്റിന് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളുണ്ട്, അല്ലെ? അതാണ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ. കാര്യം ആ ഒരു നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഏറ്റവും ഇഫക്റ്റീവ് ആക്കണമെങ്കിൽ അവരുടെ കൂടെ സഹകരണം വേണം, അല്ലെ? പേഷ്യൻസിന്റെ ഒരു കോപ്പറേഷൻ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ കണ്ടീഷനെ പറ്റിയിട്ട് അവർക്ക് വേണ്ട അവയർനെസ് കൊടുക്കുക, അതാണ് അവിടെ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട്. അതുവരെ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്ന പ്ലാനിങ്ങുകൾ വരെ എന്തിനകത്ത് നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്, ഇനീഷ്യൽ പ്ലാൻസിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പ്ലാന് തയ്യാറാക്കുന്നത് പ്രോബ്ലം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലംസിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്ലാനുകള്, ട്രീറ്റ്മെന്റുകള്, പ്രൊസീജിയറുകൾ എല്ലാം തന്നെ നമ്മൾ
എന്താണ് തയ്യാറാക്കുന്നതാണ് ഇനീഷ്യൽ പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇത്രയുള്ളൂ, പേഷ്യന്റിന്റെ കണ്ടീഷനെ പറ്റി മനസ്സിലാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കണം, അവരെങ്ങനെ ഏത് രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം, ഏത് രീതിയിൽ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്നതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് എന്താ പറയാ വിവരങ്ങൾ ഈ ഒരു ഇനീഷ്യൽ പ്ലാനിനകത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളും ഒരു കാരണവശാലും തള്ളിക്കളയാനാവാത്തതായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇനീഷ്യൽ പ്ലാനിനകത്ത് തയ്യാറാക്കുന്നുണ്ട്. പിന്നെ ഓരോ പ്രോബ്ലത്തിനുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട്. അതനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അതനുസരിച്ച് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, എഡ്യൂക്കേഷൻ, അവയർനെസ്സും പ്രൊവൈഡ് ചെയ്യുന്നു. ഈ പറയുന്ന കാര്യങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ പ്ലാനുകളും നമ്മൾ ഈ ഒരു ഭാഗത്ത് രേഖപ്പെടുത്താറുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഇനീഷ്യൽ പ്ലാൻസ് മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ മൂന്നാമത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞു കേട്ടോ. POMRന്റെ മൂന്നാമത്തെ ഭാഗം. ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കിയേ. പ്രോബ്ലം ലിസ്റ്റ് ചെയ്തു, അതിന് അത് റിസോൾവ് ചെയ്യാനുള്ള പ്ലാനുകൾ തയ്യാറാക്കി, നടപ്പിലാക്കി. ഇനി എന്താ നടത്തേണ്ടത്? പ്രോഗ്രസ് നോട്ട്സ് അല്ലെ, അതായത് നമ്മൾ ഫോളോ അപ്പ് നടത്തണം. നമ്മളിപ്പോ ഒരു പ്രശ്നം വന്നു, അതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു, അത് നടപ്പിലാക്കിയത് കൊണ്ട് മാത്രം കംപ്ലീറ്റ് ആയോ? ഇല്ല, കറക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് നടത്തണം അല്ലെ, തുടർ നടപടികൾ എടുക്കണം. കറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ പ്രിക്കോഷൻസ് അവിടെ പാലിക്കുന്നുണ്ടോ, എല്ലാ എന്താ പറയാ പ്ലാനുകളും അവിടെ ഇംപ്ലിമെന്റ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം അല്ലെ. അതാണ് തുടർ നടപടികൾ എടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത്, പ്രോഗ്രസ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ നാലാമത്തെ ഭാഗം എന്താണ്? പ്രോഗ്രസ് നോട്ട്സ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ഫോളോ ഫോർ ഈച്ച് പ്രോബ്ലം. പ്രോഗ്രസ് നോട്ട് എന്ന് പറഞ്ഞ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഫോളോ ഫോർ ഈച്ച് പ്രോബ്ലം, ഓരോ പ്രോബ്ലത്തിന്റെ ഫോളോ അപ്പ് ആണ്. അത് ഓരോ പ്രോബ്ലത്തിനും നമ്മൾ ഓരോ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്, സ്പെസിഫിക് പ്ലാൻ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഓരോ പ്രോബ്ലത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ടോ, അതിന്റെ കാര്യങ്ങളൊക്കെ, അതാണ് ഫോളോ അപ്പ് കേട്ടോ. ഫോളോ അപ്പ് ഫോർ ഈച്ച് പ്രോബ്ലം, അതാണ് നമ്മൾ പ്രോഗ്രസ് നോട്ടിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈച്ച് നോട്ട്. ദാറ്റ് മീൻസ് ഈച്ച് പ്രോഗ്രസ് നോട്ട് ഈസ് പ്രൊസീഡഡ്. അതായത് ഓരോ പ്രോബ്ലത്തിനും ഒരു പ്രോഗ്രസ് നോട്ട് ഉണ്ടായിരിക്കും അല്ലെ. ഓരോ പ്രോബ്ലത്തിനും ഒരു ഫോളോ അപ്പ് ഉണ്ടാവില്ല. ഒരു 10 പ്രോബ്ലം ഉണ്ടെങ്കിൽ 10 പ്രോഗ്രസ് നോട്ട് അവിടെ ഉണ്ടാവും. അതായത് ഒരു 10 ഫോളോ അപ്സ് അവിടെ ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നോക്കാം, ഈച്ച് നോട്ട് ദാറ്റ് മീൻസ് ഈച്ച് പ്രോഗ്രസ് നോട്ട് ഈസ് പ്രൊസീഡഡ് by the number and the title of the apt problem and contains any of a SOAP. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നതെന്ന് അറിയാമോ? ഈ പ്രോഗ്രസ് നോട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിന്റെ മുകളിലായിട്ട് ആ പ്രോബ്ലത്തിന്റെ നമ്പർ, പറഞ്ഞല്ലോ ഒരു 10 പ്രോബ്ലംസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതിന് 10 പ്രോഗ്രസ് നോട്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ പ്രോബ്ലത്തിന്റെ നമ്പറും അതുപോലെ തന്നെ ടൈറ്റിൽ ഓഫ് ദ ആപ്റ്റ് പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ടൈറ്റിലും അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ പ്രോബ്ലം നമ്പർ രേഖപ്പെടുത്തും, എന്താണ് പ്രോബ്ലം എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ടൈറ്റിലും എഴുതിയിട്ടാണ് നമ്മൾ അതിന്റെ പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ തയ്യാറാക്കുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ സോപ്പ് എന്നാണ് പറയുക. അതാണ് സോപ്പ്, SOAP, സോപ്പ്. അപ്പം POMR എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു ഫോർമാറ്റ് ആണ് ആണല്ലോ. POMR എന്ന് പറയുന്നത് ഒരു ഫോർമാറ്റ് ആണ്. അതിന് 4 ഭാഗങ്ങളുണ്ട്. ഓക്കെ, അതിന്റെ 4ാമത്തെ ഭാഗമാണ് ഈ പറയുന്ന പ്രോഗ്രസ് നോട്ട്. അപ്പൊ POMR ഫോർമാറ്റില് പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ഫോർമാറ്റ് ഉണ്ട്. പ്രോഗ്രസ് നോട്ട് വെറുതെ എഴുതല്ല, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിനെയാണ് നമ്മൾ സോപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ സോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമാറ്റ് തന്നെയാണ്. ഏത് ഫോർമാറ്റ് ആണ്? POMRന്റെ അകത്ത് POMR ഫോർമാറ്റ് ആണ്. അതിനകത്ത് നമ്മൾ പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ഫോർമാറ്റിനെയാണ് സോപ്പ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് സോപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആദ്യം അതിന്റെ ലാസ്റ്റ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് വായിക്കാം കേട്ടോ. ലാസ്റ്റ് പോയിന്റ് നോക്കിയ സോപ്പിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ് ഇത്. നോട്ട് ചെയ്ത് വെക്കാട്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റിംഗ് ഓഫ് പ്രോഗ്രസ് നോട്ട്സ് in the POMR format is often referred to as soaping. Underline ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് സോപ്പിംഗ് എന്ന് പറഞ്ഞാൽ? POMR ഫോർമാറ്റില് പ്രോഗ്രസ് നോട്ട് നമ്മൾ തയ്യാറാക്കുന്ന, പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ഫോർമാറ്റിനെയാണ് സോപ്പിംഗ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, the writing of progress notes
ഏത് ഫോർമാറ്റിലാണ്? POMR ഫോർമാറ്റ്. ഈ സോഫൺ റെഫേർഡ് ടു അതിനെ നമ്മൾ സോപ്പിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് സോപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഓരോ ലെറ്ററും എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കാം. The process of receiving a note by any or all of the following elements. ഈ പറയുന്ന എലമെന്റ്സ് രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഒരു പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നത്. അതിൽ എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? സബ്ജക്റ്റീവ് ആണ് കേട്ടോ. എന്താണ് സബ്ജക്റ്റീവ്? സബ്ജക്റ്റീവ് മീൻസ് സോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ POMR ഫോർമാറ്റിനകത്ത് POMR ഫോർമാറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് 4 ഭാഗങ്ങളുണ്ടല്ലോ. ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, പിന്നെ എന്താണ് ഇനിഷ്യൽ പ്ലാൻ, പ്രോഗ്രസ് നോട്ട്. അങ്ങനെ 4 ഭാഗങ്ങളുണ്ട്. അപ്പൊ POMR ഫോർമാറ്റിൽ പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ഫോർമാറ്റിനെയാണ് സോപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് എസ് എന്താണ് സൂചിപ്പിക്കുന്നത്? സബ്ജക്റ്റീവ് ആണ്. എസ് ഫോർ സബ്ജക്റ്റീവ് കേട്ടോ. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്റ്റോമാറ്റിക് എന്നർത്ഥം. എന്ന് പറഞ്ഞാല് നമ്മുടെ പേഷ്യന്റിന്റെ ആദ്യം നമ്മളിപ്പോ ഒരു അപ്ലിക്കേഷൻ എഴുതുക. അപ്ലിക്കേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? അതിന്റെ ഒരു ഫോർമാറ്റില്ല. ആദ്യം ഫ്രം എഴുതും, ടു എഴുതും, അല്ലെ? സബ്ജക്ട് എഴുതും, റെസ്പെക്റ്റഡ് സർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കണ്ടന്റ് എഴുതും. ലാസ്റ്റ് ഒരു യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഒരു യുവേഴ്സ് താങ്ക്ഫുള്ളി എന്നൊക്കെ പറഞ്ഞ പ്ലേസ് ഡേറ്റ് അങ്ങനെയൊക്കെ നമ്മൾ എഴുതുന്ന ഒരു ഫോർമാറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഫോർമാറ്റ് ആണിത്. ഓക്കെ, ആദ്യം നമ്മൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. സബ്ജക്റ്റീവ് മീൻസ് സിംപ്റ്റോമാറ്റിക്. ദാറ്റ് മീൻസ് പേഷ്യന്റിന്റെ സിംറ്റംസുകള്, പേഷ്യന്റിന്റെ രോഗലക്ഷണങ്ങള്, അവരുടെ കംപ്ലൈൻസുകൾ, ദാറ്റ് മീൻസ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അവരുടെ കൺസേൺസ്, ആശങ്കകള്, അതൊക്കെയാണ് അവിടെ സബ്ജക്റ്റീവ് എന്നുള്ള രീതിയിലോട്ട് ഉദ്ദേശിക്കുന്നത്. സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ദാറ്റ് മീൻസ് സിംപ്റ്റോമാറ്റിക് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ സിംറ്റംസ്, അവരുടെ ചീഫ് ആയിട്ടുള്ള കംപ്ലൈൻസുകൾ, പിന്നെ അവരുടെ കൺസേൺസ്, ഇതാണ് ആദ്യം നമ്മൾ രേഖപ്പെടുത്തുന്നത്. ദെൻ സബ്ജക്റ്റീവിനെ തുടർന്നിട്ടാണ് അടുത്തത്. ഓ എന്താണ്? സോപ്പിലെ ഓ എന്താണ്? എസ് ഫോർ സബ്ജക്റ്റീവ് മനസ്സിലായല്ലോ. ഓ എന്താണ്? ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? മെഷറബിൾ ആയിട്ടുള്ള, ഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ മെഷറബിൾ ആയിട്ടുള്ളത്, ഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസ്, അതൊക്കെ എന്താണ്? മെഷറബിൾ ആയിട്ടുള്ളതാണ് അല്ലെ? വൈറ്റൽ സയൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ബ്ലഡ് പ്രഷർ, അല്ലെങ്കിൽ അവരുടെ ടെമ്പറേച്ചർ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ എന്താണ്? മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഫിസിക്കൽ എക്സാമിനേഷൻസ്, അതൊക്കെ നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്. അതായത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ രേഖപ്പെടുത്തുക. അതായത് ആ ഒരു പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസ്, അവരുടെ ടെമ്പറേച്ചർ, പ്രഷർ, അങ്ങനെയുള്ള ഓക്സിജൻ സാച്ചുറേഷൻ, പിന്നെ അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ്, അങ്ങനെ ഒബ്സർവബിൾ ആയിട്ടുള്ളത്, മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ദെൻ എ എന്താണ്? എ ഫോർ അസസ്മെന്റ് അല്ലെ? എ ഫോർ എന്താണ്? അസസ്മെന്റ്. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിലയിരുത്തുക എന്നർത്ഥം അല്ലെ? അതായത് ഇന്റർപ്രിട്ടേഷൻ ഓർ ഇംപ്രഷൻ ഓഫ് ദ പ്രസന്റ് കണ്ടീഷൻ അല്ലെ? അസസ്മെന്റ് എന്ന് വെച്ചാൽ നിലവിലുള്ള അവരുടെ കണ്ടീഷനെ സംബന്ധിക്കുന്ന ആ ഒരു എന്താ പറയാ വിലയിരുത്തൽ അല്ലെ? ഇന്റർപ്രിട്ടേഷൻ ഓർ ഇംപ്രഷൻ ഓഫ് ദ പ്രസന്റ് കണ്ടീഷൻ, നിലവിൽ ആരോഗ്യയുടെ കണ്ടീഷനെ സംബന്ധിക്കുന്ന ഇന്റർപ്രിട്ടേഷൻ എന്താണ് അല്ലെ? അത് ആ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ആ ഒരു വിലയിരുത്തൽ, അതാണ് അസസ്മെന്റിൽ രേഖപ്പെടുത്തുന്നത്. ലാസ്റ്റ് വരുന്നത് പി ആണ്. പി എന്താണ്? പ്ലാൻ ആണ്. പ്ലാൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാനിങ് അല്ലെ? പ്രൊസീജിയറുകൾ പ്ലാൻ ചെയ്യുന്നു അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്ലാനിനകത്ത് തയ്യാറാക്കുന്നത്. ഇത് മറന്നു പോകരുത്. ഇത് POMR ഫോർമാറ്റിൽ പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്ന ഫോർമാറ്റ് ആണ് കേട്ടോ. ഇത്രയുമാണ് POMRനകത്ത് വരുന്ന ഭാഗങ്ങൾ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആട്ടോ. POMR ഫോർമാറ്റ് മനസ്സിലായോ? അപ്പൊ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻസ് ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്. അതിന് പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കുന്ന ഫോർമാറ്റിന് നമ്മൾ സോപ്പിംഗ് എന്നാണ് പറയുന്നത്. എസ് ഫോർ സബ്ജക്റ്റീവ് ആണ്, O ഫോർ ഒബ്ജക്റ്റീവ് ആണ്, A ഫോർ അസസ്മെന്റ് ആൻഡ് B ഫോർ പ്ലാൻ. അതൊക്കെ പഠിച്ചിരിക്കുന്നു കേട്ടോ. എസ് എന്താണ്? സബ്ജക്റ്റീവ് ആണ്, O ഒബ്ജക്റ്റീവ് ആണ്, A അസസ്മെന്റ് ആണ്, B ഫോർ പ്ലാൻ കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അതോടുകൂടി POMR ഫോർമാറ്റും അവിടെ കഴിയുന്നുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫോർമാറ്റ്. ഓക്കെ, മൂന്നാമത്തെ ഫോർമാറ്റ് ആണ് ഈ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഏതാണത്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഇന്നലെ കുറച്ച് കാര്യങ്ങൾ അതിനെ പറ്റി പറഞ്ഞു, പക്ഷെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാമെന്ന് പറഞ്ഞു.
അല്ലെ? ഓക്കെ, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഇന്നലെ പഠിച്ച കാര്യങ്ങൾ എന്തായിരുന്നു? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിനെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റുകൾ? എന്തായിരുന്നു? അവസാനം പറഞ്ഞ 4 പോയിന്റുകൾ അല്ലെ? ഫോംസ് ആർ ഓർഗനൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ടു ഡേറ്റ് അല്ലെ? ഡേറ്റിനനുസരിച്ച് ക്രോണോളജിക്കൽ ഓർഡറിലാണ് അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് അല്ലെ? പിന്നെന്താണ്? യൂഷ്വലി ദ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ reverse chronological order in the at the next station. That means the latest information is at the front and the oldest information is at the back of each section. Then record is reorganized after the patient is discharged. Three കാര്യങ്ങൾ പറഞ്ഞില്ലേ? അത് തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പൊ നോക്കാം. All forms are combined in strict chronological order. അതാണ് നമ്മൾ വിത്ത് ടു ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് സമന്വയിപ്പിക്കാനുള്ള അർത്ഥമാണ്. അതായത് ഓരോ ഡേറ്റിലും നടക്കുന്ന കാര്യങ്ങള് എന്ത് ചെയ്യാണ്? ഒരുമിച്ച് അതിന് ഓർഗനൈസ് ചെയ്ത് വെക്കും. അത്രയേ ഉള്ളൂ. ഇതാണ് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഇന്നത്തെ ഡേറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരുമിച്ച് വെക്കുന്നു. നാളത്തെ ഡേറ്റിൽ അങ്ങനെ ഓരോ ഡേറ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് ആ പേഷ്യന്റിൽ നടത്തിയിട്ടുള്ളത് ആ വിവരങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് വെക്കുന്നു. ആ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു ഫോർമാറ്റ് ആണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. സോ ഓൾ ഫോംസ് ആർ കമ്പൈൻഡ് ഇൻ സ്ട്രിക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. ദാറ്റ് മീൻസ് വിത്ത് ടു ഡേറ്റ് കേട്ടോ. ഡേറ്റിനനുസരിച്ചിട്ടാണ് അവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് നോക്കി. ഓൺ ദ നഴ്സിംഗ് സ്റ്റേഷൻ ദ മോസ്റ്റ് കറന്റ് എൻട്രീസ് വിൽ ബി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ റെക്കോർഡ്. On the discharge, it will be reorganized so that the complete medical record reads from admission to discharge. അതായത് നമ്മൾ ഈ നഴ്സിംഗ് സ്റ്റേഷൻ ഈ റെക്കോർഡ് എങ്ങനെയാണെന്ന് പറഞ്ഞത്? ഏറ്റവും കറന്റ് എൻട്രീസ് എപ്പോഴും ആ റെക്കോർഡിന്റെ ബിഗിനിങ്ങിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കാം അല്ലെ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രീസുകളെല്ലാം തുടക്ക ഭാഗത്തായിരിക്കും. ഏറ്റവും പഴയ വിവരങ്ങളെല്ലാം തന്നെ എവിടെയായിരിക്കും? തോട്ടത്തിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. അതെ തന്നെ ശക്തി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിവേഴ്സ് ക്രോണോളജി രണ്ടും ഒന്നാണ് കേട്ടോ. ഓക്കെ, റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. ഇനി ഇവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഓൺ ദ ഡിസ്ചാർജ് ഇറ്റ് വിൽ ബി റീഓർഗനൈസ്ഡ്. ഡിസ്ചാർജ് സമയത്ത് അത് റീഓർഗനൈസ് ചെയ്യും. ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞത്. അതായത് തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണ് ഇരിക്കുന്നത്. തിങ്കളാഴ്ച അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യന്റ്. ഈ പേഷ്യന്റിനെ വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്തു. അപ്പൊ നമ്മൾ ഡേറ്റ് അനുസരിച്ചിട്ടാണല്ലോ ഇവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ തിങ്കളാഴ്ച ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അത് മൺഡേത്തെ ഡേറ്റിട്ട് ആ ചെയ്ത കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി വെക്കും, ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. പിന്നെ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ അപ് ടു ഫ്രൈഡേ വരെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ പറയൂ, ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രി ഏത് ദിവസത്തെ ആയിരിക്കും? ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രി ഏത് ദിവസത്തെ ആയിരിക്കും? തിങ്കളാഴ്ച അഡ്മിറ്റ് ആയി വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് അല്ലെ? ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രി ഏതിലായിരിക്കും? ഫ്രൈഡേ അല്ലെ? വെള്ളിയാഴ്ച ആയിരിക്കും. അപ്പൊ വെള്ളിയാഴ്ചത്തെ വിവരങ്ങളായിരിക്കും എവിടെ കിടക്കുന്നുണ്ടാവുക? അതിന്റെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്നുണ്ടായിരിക്കാം അല്ലെ? തിങ്കളാഴ്ചത്തെ വിവരങ്ങളായിരിക്കും ഏറ്റവും താഴെയായിട്ട് കിടക്കുന്നത്. അങ്ങനെയാണല്ലോ. ഇനി എന്താ അവർ പറയുന്നത്? ഓൺ ദ ഡിസ്ചാർജ് ഇറ്റ് വിൽ ബി റീഓർഗനൈസ്ഡ്. ഡിസ്ചാർജ് സമയത്ത് എന്ത് ചെയ്യും? ഇതൊന്നും മറക്കും, ഇതൊന്ന് റീഓർഗനൈസ് ചെയ്യും. എങ്ങനെ റീഓർഗനൈസ് ചെയ്യും? സോ ദാറ്റ് ദ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് റീഡ്സ് ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ്. അതായത് നിലവിൽ വെള്ളിയാഴ്ചത്തെ വിവരല്ലേ ടോപ്പിൽ കിടക്കുന്നത്, ഏറ്റവും താഴെയായിരിക്കും മൺഡേത്തെ വിവരങ്ങൾ. ഇതൊന്ന് റീഓർഗനൈസ് ചെയ്തിട്ട് മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള രീതിയിലോട്ട് റീഓർഗനൈസ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ റീഓർഗനൈസ് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും? അഡ്മിഷൻ ടു ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആ ഒരു ഫ്ലോയിൽ നമുക്ക് റീഡ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ? എങ്ങനെ തിരിക്കുന്നു അത്രേ ഉള്ളൂ. ഒന്ന് റീഓർഗനൈസ് ചെയ്ത് മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള രീതിയിലേക്ക് ഒന്ന് തിരിച്ചു തന്നെ ഒന്ന് റീഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ ഒരൊറ്റ ഫ്ലോയിൽ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ പ്രൊസീജിയറുകളായിരുന്നു എന്നുള്ളത് കറക്റ്റ് ഒരു ഫ്ലോയിൽ ഒരു ഓർഡറിൽ നമുക്കത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഓൺ ദ ഡിസ്ചാർജ് ഇറ്റ് വിൽ ബി റീഓർഗനൈസ്ഡ് സോ ദാറ്റ് ദ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് ഈസ് ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ്. നമുക്ക് അങ്ങനെയല്ലേ കിട്ടേണ്ടത്? ഡിസ്ചാർജ് ടു അഡ്മിഷൻ ആണോ കിട്ടേണ്ടത്? അല്ല, അഡ്മിഷൻ ടു ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ ഒരു ഓർഡറിൽ നമുക്ക് കിട്ടണം അല്ലെ? അതിന് വേണ്ടിയിട്ടാണ് റീഓർഗനൈസ് ചെയ്തത് കേട്ടോ. So a patient record may have history and physical examination. അതായത് ഒരു എക്സാമ്പിൾ ആണ് ഒരു ഓർഡറിൽ ഇങ്ങനെ കിട്ടും. അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ.
തുടക്കം അഡ്മിഷന്റെ സമയത്ത് നമ്മൾ പൊതുവെ ഹിസ്റ്ററി എടുക്കും, ഫിസിക്കൽ എക്സാമിനേഷൻ, അതിനെ തുടർന്ന് പ്രോഗ്രസ് നോട്ട്, നഴ്സസ് നോട്ട്, എക്സ്റേ റിപ്പോർട്ട്, അഡീഷണൽ പ്രോഗ്രസ് നോട്ട്, കൺസൾട്ടേഷൻ റിപ്പോർട്ട് ആൻഡ് സോ ഓൺ. ഫൈനലി ഡിസ്ചാർജ് റിപ്പോർട്ട് വരെ നമുക്ക് ആ കറക്റ്റ് ആയിട്ട് അഡ്മിഷൻ ടു ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ ഒറ്റ ഫ്ലോയിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് എന്ത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തീരുവത് കേട്ടോ. അഡ്വാൻറ്റേജ് എന്തായിരിക്കും? അഡ്വാൻറ്റേജ് എന്താ നോക്കിയേ? ഓൾ ഇൻഫർമേഷൻ ഓൺ എ പർട്ടിക്കുലർ എപ്പിസോഡ് ഓഫ് കെയർ ഈസ് ടുഗദർ, thus giving an exact picture of the patient's illness and response to treatment. A patient's progress can be decided rapidly. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. കാര്യം എന്താണ്? ഒരു പെർട്ടിക്കുലർ എപ്പിസോഡിൽ, ദാറ്റ് മീൻസ് ഒരു ഫിക്സഡ് ഒരു ടൈമില്, ഒരു നിശ്ചിത ടൈം പീരീഡില് ആ രോഗിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ആ പരിചരണത്തെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഒരുമിച്ച് ലഭിക്കുകയാണ്. അല്ലെ, തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്ത് വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്ത ഒരു പേഷ്യന്റ് പറയുക ആ ഒരു 5 ദിവസമായിരുന്നു അയാൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തത്. അല്ലെ, ആ ഒരു എപ്പിസോഡ്, ആ ഒരു പെർട്ടിക്കുലർ എപ്പിസോഡ് ഓഫ് ടൈമില് ആ രോഗിക്ക് എന്തൊക്കെ പരിചരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്, ആ വിവരങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് കിട്ടുകയാണ്. അല്ലെ, അങ്ങനെ ഒരുമിച്ച് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പേഷ്യന്റിന്റെ രോഗാവസ്ഥയെ പറ്റിയും ആ ട്രീറ്റ്മെന്റിനോടുള്ള അവരുടെ റെസ്പോൺസിനെ പറ്റിയും അവരുടെ പ്രോഗ്രസിനെ പറ്റിയും നമുക്കൊരു എന്താ പറയാ കറക്റ്റ് ആയിട്ട് നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് അറിയിട്ട് കിട്ടും. ഒരു കറക്റ്റ് ഒരു ഫ്ലോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെ, അതുകൊണ്ട് തന്നെ പേഷ്യൻസ് പ്രോഗ്രസ് കാൻ ബി ഡിസൈഡഡ് റാപ്പിഡ്ലി. ആ ഒരു പേഷ്യന്റിന്റെ പ്രോഗ്രസ് നമുക്ക് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. കാരണം അഡ്മിറ്റ് ആയത് തൊട്ട് ഡിസ്ചാർജ് വരെയുള്ള അവരുടെ കാര്യങ്ങളെല്ലാം ഒരുമിച്ചാണ് അവിടെ കിടക്കുന്നത്. ഇന്റഗ്രേറ്റഡ് ആണല്ലോ, ഒരുമിച്ച് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രോഗിയുടെ പ്രോഗ്രസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് കറക്റ്റ് നമുക്ക് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് അതിലൂടെ സാധിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കിയേ. സിമിലർ ഇൻഫർമേഷൻ ഈസ് ഡിഫിക്കൽട്ട് ടു ബി കമ്പയർഡ് ബിക്കോസ് ഓൾ റിപ്പോർട്ട്സ് ഓഫ് വൺ ടൈപ്പ് ആർ നോട്ട് ടുഗെദർ ഇൻ ദ റെക്കോർഡ്. ശരിയല്ലേ? ഇവിടെ നമുക്ക് ഒരേപോലെയുള്ള ഇൻഫർമേഷൻസ് കമ്പയർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണ്? ഒരേ ടൈപ്പിലുള്ള റിപ്പോർട്ടുകൾ ഒരുമിച്ചല്ല ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നത് ഏത് ഫോർമാറ്റിലായിരുന്നു? ഒരേപോലെയുള്ള കാര്യങ്ങൾ ഒറ്റ സെക്ഷൻ ആയിട്ട് ഇരിക്കുന്നത് ഏത് ഫോർമാറ്റിലായിരുന്നു? അത് ഏതായിരുന്നു? SOMR ആണ്. അവിടെ അങ്ങനെയല്ലേ? ലബോറട്ടറി റിപ്പോർട്ട് ഒരുമിച്ച്, റേഡിയോളജി റിപ്പോർട്ട് ഒരുമിച്ച്, അല്ലെങ്കിൽ ICU റിപ്പോർട്ട് ഒരുമിച്ച്, അവിടെ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് സിമിലർ ആയിട്ടുള്ള വിവരങ്ങൾ, ഒരേ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. തിങ്കളാഴ്ച ഈ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തപ്പോ ഒരു ലാബ് ടെസ്റ്റ് നടത്തിയെന്ന് വിചാരിക്കാം. ഒരു ലാബ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച ഒരു ലാബ് ടെസ്റ്റ് നടത്തിയെന്ന് വിചാരിക്കും. വ്യാഴാഴ്ച ഇതുപോലെ ഒരു ബ്ലഡ് ടെസ്റ്റോ ഒരു ലാബ് ടെസ്റ്റ് ഈ രോഗിക്ക് നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അത് ഒരുമിച്ചായിരിക്കും ഉണ്ടായിരിക്കാം. അല്ലല്ലോ, വ്യത്യസ്ത ഡേറ്റുകളിലായിട്ടല്ലേ ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. ഒരെണ്ണം തിങ്കളാഴ്ച ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം വ്യാഴാഴ്ചയാണ് ചെയ്തിരിക്കുന്നത്. അത് ഒരുമിച്ചല്ല ഇരിക്കുന്നത്. അല്ലെ, അത് ഒരുമിച്ചല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരും. തിങ്കളാഴ്ചത്തെ ലാബ് ടെസ്റ്റ് നോക്കണം, പോയി വെള്ളിയാഴ്ചത്തെ നോക്കിയാലാണ് നമുക്ക് ആ ഒരു കമ്പാരിസൺ കിട്ടുള്ളൂ. അതേസമയം എന്താണ് ഇത് രണ്ടും ഒരുമിച്ചായിരുന്നു എന്താണ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമായിരുന്നു. ഇവിടെ അങ്ങനെ സാധിക്കില്ല എന്നാണ് പറയുന്നത്. സാധിക്കാമെങ്കിൽ അല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, സിമിലർ ഇൻഫർമേഷൻ ഇസ് ഡിഫിക്കൽട്ട് ടു ബി കമ്പയർഡ് ബിക്കോസ് ഓൾ റിപ്പോർട്ട്സ് ഓഫ് വൺ ടൈപ്പ് ആർ നോട്ട് ടുഗെദർ ഇൻ ദ റെക്കോർഡ്. Example നോക്കിയേ, fasting blood sugar levels. Only one individual can record at a time. ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇവിടെ നമ്മൾ എടുക്കുക സാധാരണ ഒരു ഓവർനൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് മുൻപായിട്ട് അങ്ങനെയല്ലേ ചെയ്യാം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അപ്പോഴല്ലേ എടുക്കുക. ഒരു ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് എടുക്കുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. അല്ലെ, അതൊരു ദിവസം ഒരെണ്ണല്ലേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ എടുക്കാൻ പറ്റില്ല. അല്ലെ, അടുത്ത ദിവസം വേണം, അടുത്ത ദിവസം പോയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. മറ്റേ ടൈമിൽ ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇത് പല പല ഡേറ്റുകളിലായിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പൊ ഒരേപോലെയുള്ള വിവരങ്ങൾ ഒരുമിച്ചായിരുന്നു, ലൈക്ക് SOMR പോലെ ആയിരുന്നു നമുക്ക് കമ്പയർ ചെയ്യാൻ എടുക്കുന്നത്. ഇവിടെ പല പല ദിവസങ്ങളിലായിട്ടായിരിക്കും ഇത് കിടക്കുന്നുണ്ടാവാം. അപ്പൊ അത് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ ആണ് എല്ലാവർക്കും? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ്
ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ഡിസഡ്വാൻറ്റേജ്. ഈ 3 ഫോർമാറ്റുകളും ഓക്കെ അല്ലേ? 3 ഫോർമാറ്റുകൾക്ക് അതിൻ്റെതായ പ്രത്യേകതകൾ, അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. SOMR പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസരിച്ചുകൊണ്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. POMR എന്ന് പറയുന്ന പ്രോബ്ലത്തിന് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഇത് ഡേറ്റിനനുസരിച്ച് ക്രോണോളജിക്കൽ ഓർഡറിലാണ് അവിടെ നമ്മൾ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. SOMRന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഒരേപോലെയുള്ള വിവരങ്ങൾ ഒരുമിച്ചായതുകൊണ്ട് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ പ്രൊസീജിയർ ചെയ്തു എന്ന് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതേസമയം അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ആ രോഗിക്ക് ഉണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസിനെ പറ്റി നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഏറ്റവും സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് എന്താ പറയാ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ നല്ലൊരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫോർമാറ്റ് എന്ന് പറയുന്നത് POMR ആണ്. POMR ആണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് 4 പാർട്ട് ഉണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സോപ്പിംഗ് എന്ന് പറയുന്നത് നോക്കി വെക്കുക കേട്ടോ. അതായത് POMRനകത്ത് പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ഫോർമാറ്റിൽ നമ്മൾ സോപ്പിംഗ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതോടുകൂടി നമ്മുടെ ആ ഒരു ചാപ്റ്റർ കഴിയാണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് കുഴപ്പമില്ല, എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? കുഴപ്പമില്ല. ഈ ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ നോക്കണം കേട്ടോ. ആ ഫയലിംഗ് മെത്തേഡ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. 5 മെത്തേഡ് ഒക്കെ പഠിച്ചില്ല, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫോർമാറ്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിന്റെ തുടക്ക ഭാഗത്തെ ഭാഗത്തിലെ തുടക്കത്തെ കുറെ മെഡിക്കൽ റെക്കോർഡ് പോളിസികൾ എന്നൊക്കെ പറയുന്നത് അതിലെ 6 ഡിജിറ്റ് നമ്പർ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ക്ലിനിക്കൽ ഡാറ്റകളെല്ലാം 10-22 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയാലോ? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാലോ? കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകണം, നമുക്ക് കുറച്ച് അധികം ചാപ്റ്റേഴ്സ് കിട്ടാനുണ്ട്. തുടങ്ങല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ 11 ആണ് കേട്ടോ. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH കേട്ടോ. ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ഓക്കെ, തുടങ്ങല്ലേ? ചാപ്റ്റർ നമ്പർ 11 ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH. ഇത് വലിയ സുഖമുള്ള ചാപ്റ്റർ ഒന്നും അല്ല, കുറച്ച് ബോറിംഗ് ആണ് കേട്ടോ. എന്താണ് അത് ലാസ്റ്റ് പറയാം കേട്ടോ. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. ഇനി അത് തന്നെ പറഞ്ഞിരുന്ന നമ്മുടെ സമയം പോകും, ലാസ്റ്റ് പറയാം. ഓക്കെ, ഇപ്പൊ നമുക്ക് തുടങ്ങി വെക്കാം. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH കേട്ടോ. ഈ ചാപ്റ്ററിന്റെ ഒരു ചേട്ടനോ അനിയനൊക്കെ ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. മൊഡ്യൂൾ 4 ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അത് ഇതിന്റെ തന്നെ വേറൊരു വെർഷൻ ആണ് കേട്ടോ. ഇത് രണ്ട് ഏകദേശം ഒരുപോലത്തെ ചാപ്റ്ററുകളാണ്. ഇതിൽ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സെയിം കുറെ കാര്യങ്ങൾ ഇതിൽ തന്നെ അവിടെ സെയിം അവിടെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞു അല്ലെ? അതെടുത്തു. അതിന്റെ തന്നെ ഒരു വേറൊരു ഇതാണ് കേട്ടോ. അത് നോക്കാം. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH. അവിടെ നിങ്ങൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി പഠിച്ചില്ലേ? അവിടെ ഫോർമുലകളാണ് നിങ്ങൾ പഠിക്കുന്നത്. 32 ഫോർമുലാസ് പഠിച്ചില്ലേ? ഇവിടെ ജസ്റ്റ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് 32 ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതിന്റെ ഫോർമുലാസ് ആണ് നിങ്ങൾക്ക് ക്വാളിറ്റി മാനേജ്മെന്റിനകത്ത് പഠിക്കാൻ കഴിയുന്നത്. പിന്നെ അവിടെ നിങ്ങൾ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് പഠിക്കുന്നില്ലേ? സെയിം പോയിന്റുകൾ തന്നെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. NABH അവിടെ പഠിക്കുന്നുണ്ട്, ആ സെയിം കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അവിടെ നിങ്ങൾ JCA കുറച്ചും കൂടി എക്സ്ട്രാ പഠിക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് കേട്ടോ. അത് പഠിച്ച സ്ഥിതിക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ ഇത് പഠിച്ചിട്ട് അത് പഠിക്കുമ്പോഴാണ് കേട്ടോ കുഴപ്പമില്ല. ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾ തുടക്കം തന്നെ പഠിച്ചല്ലോ, ഇത് സിമ്പിൾ ആയിരിക്കും. അപ്പൊ നോക്കാം കേട്ടോ. ചാപ്റ്റർ നമ്പർ 11 ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH കേട്ടോ. NABHന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചല്ലോ. എന്താണ് NABHന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ? NABHന്റെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞേ. എന്താണ്? അറിയില്ല ആർക്കും? NABHന്റെ ഫുൾ ഫോം ആർക്കും അറിയില്ലേ? അത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, നാഷണൽ എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കേട്ടോ. അതാണ് NABHന്റെ ഫുൾ ഫോം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഓക്കെ,
അതൊരു നമ്മുടെ ഇന്ത്യയിലെ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്കും ഒക്കെ അക്രഡിറ്റേഷൻ അംഗീകാരം കൊടുക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ് കേട്ടോ NABH എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ലാബുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒന്നാണ് NABL എന്ന് പറയുന്നത്. NABL അത് നിങ്ങൾ ലബോറട്ടറി സർവീസിനകത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത് NABH ആണ് കേട്ടോ. അതിന് തന്നെ ഇത് ഫുൾ ഫോം പഠിച്ചു വെക്കാം. ഇനി എന്താണ് ക്വാളിറ്റി എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഫുൾഫിൽ നീഡ്സ് ബ്രാക്കറ്റിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ISO. Okay, characteristics suggested a distinguishing feature. Requirements are a need or assumption that is stated, normally implied or mandatory. Degree of adherence to pre-established criteria of standards. ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെ, എന്തൊക്കെയോ ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ തോന്നുന്നു അല്ലെ. ഓക്കെ, ഇവിടെ വേറൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, എന്താണ് ക്വാളിറ്റി എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ക്വാളിറ്റി മാനേജ്മെന്റിൽ ആദ്യം തന്നെ ക്വാളിറ്റി എന്താന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ് ക്വാളിറ്റി എന്നുള്ളത്. സാധാരണ നമ്മൾ എങ്ങനെയാണ് ക്വാളിറ്റി പറയുക, അതുപോലെയാണ് ക്വാളിറ്റി മാനേജ്മെന്റിനകത്ത് അത് പറയുന്നത്. ഇവിടെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നു മാത്രം കേട്ടോ. അതായത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഈസ് ദ ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ്, ശരിക്കും ഇവിടെ ഇങ്ങനെ ചേർക്കണം കേട്ടോ, ക്വാളിറ്റി ഈസ് എന്ന് എഴുതി ചേർക്കണം കേട്ടോ, അപ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ക്വാളിറ്റി ഈസ്, എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഫുൾഫിൽ നീഡ്സ്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് ഒരു കസ്റ്റമർ, അതിപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് പറയുന്ന ഒരു പേഷ്യന്റ് ആണ് നമ്മുടെ കസ്റ്റമർ അല്ലെ. അപ്പോ ഈ പറയുന്ന പേഷ്യന്റിന്റെ നീഡ്സുകള്, അവരുടെ റിക്വയർമെന്റ്സുകൾ അല്ലെ, അവരുടെ ആവശ്യകതകള്, അതിനെ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം സവിശേഷതകൾ അല്ലെങ്കിൽ അവരുടെ, നമ്മളിപ്പോ പറയുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ആയിക്കോട്ടെ, ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ, അത് ആളുകളുടെ ആവശ്യങ്ങളെ എത്രത്തോളം സംതൃപ്തമാകുന്നു, എത്രത്തോളം ഫുൾഫിൽ ചെയ്യുന്നു എന്നതിന്റെ ആ ഒരു വ്യാപ്തി, ആ ഒരു അളവ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ക്വാളിറ്റി ഈസ് degree to which a series of inherent characteristics that to fulfill the needs. That means the needs of a patient or a customer. അല്ലെ, അതായത് ഒരു പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സേവനമാവാം, ഒരു സർവീസ് ആവാം, അത് ആളുകളുടെ ആവശ്യങ്ങളെ എത്രത്തോളം ഫുൾഫിൽ ചെയ്യുന്നു എന്നതിന്റെ അളവ്, അതിന്റെ വ്യാപ്തി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എനിക്ക് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ്, ഞാൻ പറയുകയാണ് ഒരു പ്രോഡക്റ്റ് എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ഞാൻ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്, ഞാൻ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും, എന്റെ ചില നീഡ്സുകള് അല്ലെങ്കിൽ റിക്വയർമെന്റ്സിനായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയത് എന്ന് കരുതി നിങ്ങൾക്ക് അങ്ങനെ ആവുന്ന നിർബന്ധമുണ്ട് അല്ലെ. അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റോ സർവീസ് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ളതായിട്ട് മാറുന്നത്. അത് ഓരോരുത്തരുടെ പെർസ്പെക്ടീവ്സിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. എനിക്ക് ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാവുന്നത് യാതൊരു നിർബന്ധമില്ല, അത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചിരിക്കും അല്ലെ. എന്നതുപോലെ നമ്മൾ ജനറലി പറയുമ്പോൾ എങ്ങനെയാണ്, ആളുകളുടെ നീഡ്സിനെ എത്രത്തോളം ഫുൾഫിൽ ചെയ്ത ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ്, അതിന്റെ ഡിഗ്രി, ദാറ്റ് മീൻസ് അതിന്റെ വ്യാപ്തി, അളവ്, അതാണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇതുപോലെ തന്നെ ഒരു ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്വാളിറ്റി കാര്യങ്ങൾക്കൊക്കെ ഒരു ഈ സ്റ്റാൻഡേർഡുകളൊക്കെ, അതായത് ഇപ്പൊ സാധനങ്ങളായിക്കോട്ടെ, ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, മറ്റ് സേവനങ്ങളായിക്കോട്ടെ, അതിനൊക്കെ ഉള്ളൊരു ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ISO എന്ന് പറയുന്നത് കേട്ടോ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ ISO എന്ന് കേട്ടിട്ടില്ലേ, ഇന്റർനാഷണൽ ISO കേട്ടോ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. വേറൊന്നുമല്ല, നമ്മൾ ഈ ക്വാളിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ ISO എന്ന് പറയുന്നത്. ജസ്റ്റ് അതവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് നമ്മൾ ഈ പറഞ്ഞ സെന്റൻസിലെ ഓരോ കാര്യങ്ങളും പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സവിശേഷത എന്നുള്ള അർത്ഥമാണ് അല്ലെ. എന്തായാലും ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്നാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പോ ക്യാരക്ടറിസ്റ്റിക്സ് സജസ്റ്റ് ഡിസ്റ്റിങ്ക്യൂഷിംഗ് ഫീച്ചർ, ഒരു വ്യത്യസ്തമായ ഫീച്ചറാണ്. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടായിരിക്കും, അതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ.
ഓക്കെ, പിന്നെ നീഡ്സ് എന്ന് പറഞ്ഞ നമ്മളുണ്ട് അല്ലെ. അപ്പൊ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വയർമെന്റ്സ് ആണ് അല്ലെ. റിക്വയർമെന്റ്സ് ആർ എ നീഡ് ഓർ അസംഷൻ ദാറ്റ് ഈസ് സ്റ്റേറ്റഡ് നോർമലി ഇംപ്ലൈഡ് ഓർ മാൻഡേറ്ററി. ഈ നീഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റിക്വയർമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു അസംഷൻ. അസംഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു എക്സ്പെക്ടേഷൻ ഒക്കെയുള്ള അർത്ഥമാണ് കേട്ടോ, ഒരു ഹോപ്പ് അല്ലെ, ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യകതകളാണ് നീഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതായിട്ട് ആവശ്യങ്ങളായിട്ട് മാൻഡേറ്ററി നമുക്ക് ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും നിർബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവാം, അതുപോലെ നോർമലി ഉള്ള ആവശ്യങ്ങൾ ഉണ്ടാവാം. അത് എന്തുമായിക്കൊള്ളട്ടെ, അതിപ്പോ മാൻഡേറ്ററി ആയിട്ടുള്ള ആവശ്യങ്ങളായിക്കോട്ടെ, നോർമലി ഇംപ്ലൈഡ് ആയിട്ടുള്ള ആവശ്യങ്ങളായിക്കോട്ടെ, അത് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നതിന്റെ ആ ഒരു വ്യാപ്തിയാണ് നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിന്റെ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ക്വാളിറ്റിയെ ഡിഫൈൻ ചെയ്യാം. അതെന്താണെന്നറിയോ? ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓഫ് സ്റ്റാൻഡേർഡ്സ്. അതായത് പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങള്, ചില സ്റ്റാൻഡേർഡുകളെ എത്രത്തോളം ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് പാലിക്കുന്നുണ്ട് എന്നതിന്റെ അളവിനെ നമുക്ക് ക്വാളിറ്റി എന്ന് പറയാം. ഒരേ രീതിയിൽ തന്നെ രണ്ട് രീതിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് രീതിയിൽ പറഞ്ഞു. ഒരു രീതി എന്തായിരുന്നു? ആളുകളുടെ ആവശ്യങ്ങൾ, ഒരു പ്രോഡക്റ്റ് സർവീസ് ആളുകളുടെ ആവശ്യങ്ങൾ എത്രത്തോളം ഫുൾഫിൽ ചെയ്യുന്നു എന്നതിന്റെ അളവിനെ നമുക്ക് ക്വാളിറ്റി എന്ന് വിശേഷിപ്പിക്കാം. വേറൊരു രീതിയിൽ എന്താണ് പറഞ്ഞത്? നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങള്, ചില സ്റ്റാൻഡേർഡുകളെ അത് എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നതിന്റെ അളവാണ് അതിന്റെ ക്വാളിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ വളരെ എന്താ പറയാ, കുറച്ച് ഒതന്റിക് ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിങ്ങനെ ഒന്നും ചിന്തിക്കേണ്ടതാണ്. അതേ സംബന്ധിച്ച് ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ, നമുക്ക് എത്രത്തോളം ഇത് ഉപകാരപ്പെടുന്നുണ്ട്, അതാണ് ഇതിന്റെ ക്വാളിറ്റി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഇത് വായിച്ചു നോക്കിയേ, ക്ലിയർ ആവും കേട്ടോ. ഡിഗ്രി ടു റീച്ച് എ സീരീസ് ഓഫ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഫുൾഫിൽ നീഡ്സ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് സജസ്റ്റ് എ ഡിസ്ട്രിബ്യൂഷൻ ഫീച്ചർ. Requirements is the need or assumption that is stated normally implied or mandatory. Then another definition endana? Degree of adherence to the pre-established criteria or standards. Okay, ano? Manasalayo varnithu? Clear alle? Okay. ഇനി നമുക്ക് കുറച്ച് ടേംസുകൾ പരിചയപ്പെടാനുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസുകളാണ്. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് ടേംസുകളാണ്. കാര്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ തന്നെ നമുക്കിത് ഒരു കൺഫ്യൂഷൻ തോന്നുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം പഠിക്കുന്നത് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ കുറച്ച് ടേംസുകൾ ഇവിടെ പരിചയപ്പെടുന്നുണ്ട്. ക്വാളിറ്റി അഷ്വറൻസ് എന്താണ്? ക്വാളിറ്റി കൺട്രോൾ എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്? പിന്നെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്താണ്? എല്ലാം ക്വാളിറ്റിയിൽ തുടങ്ങുന്ന കുറെ കാര്യങ്ങളാണ്. എല്ലാം ഏകദേശം ഒരുപോലെ നമുക്ക് തോന്നും, പക്ഷെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ ആ വ്യത്യാസം എന്താണെന്നുള്ളത് അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അവിടെ നിന്നാണ് നമുക്ക് ആൻസർ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ നോക്കാം, ക്വാളിറ്റി അഷ്വറൻസ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറയുന്ന ടേം ക്വാളിറ്റി അഷ്വറൻസ് ആണ് കേട്ടോ. QA എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക കേട്ടോ. QA എന്നാണ്. അഷ്വർ ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി അഷ്വർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ക്വാളിറ്റി ഉറപ്പുവരുത്താന്നുള്ള അർത്ഥമാണ് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് ക്വാളിറ്റി അഷ്വറൻസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് സെന്റർഡ് ഓൺ പ്രൊവൈഡിങ് കോൺഫിഡൻസ് ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് സെന്റർഡ് ഓൺ പ്രൊവൈഡിങ് കോൺഫിഡൻസ് ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്. അതായത് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഒരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് എന്ത്? ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്. അഷ്വർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്താനുള്ള അർത്ഥമാണ് അല്ലെ. അതായത് അത് ആളുകളുടെ റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ്, വിൽ ബി സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നത്. ചെയ്യും, ഫ്യൂച്ചറിലുള്ള കാര്യം പറയുന്നത്. അതായത് ആളുകളുടെ ആവശ്യങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് നൽകുന്ന ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിന്റെ കറക്റ്റ് ഡെഫിനേഷൻ. ഓക്കെ, ഇതങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത്
നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോണിനകത്ത് കുറെ നമുക്കറിയാം, നമ്മളൊരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് പല പല സ്റ്റേജുകളിലൂടെയാണ്, അല്ലെ? പല പല സ്റ്റേജുകളിലൂടെയാണ് നമ്മളൊരു പ്രോഡക്റ്റിനെ ഫോം ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യാണ്, അതിന്റെ ക്വാളിറ്റി നമ്മൾ അഷ്വർ ചെയ്യാണ്, ഉറപ്പുവരുത്താണ് ഓരോ സ്റ്റേജിലും. അങ്ങനെ ഉറപ്പുവരുത്തിയിട്ട് ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഈ പറയുന്ന എല്ലാം കൂടെ അസംബിൾ ചെയ്ത് ഒരൊറ്റ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ആളുകളുടെ റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടിയില്ലേ? ഇപ്പൊ ഈ സ്മാർട്ട് ഫോണിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിന് ഓരോ ഭാഗങ്ങളുണ്ട്. ഇപ്പൊ ഇതിന് ഒരു സ്ക്രീൻ ഉണ്ട്, പിന്നെ ഇതിനൊരു ബാറ്ററി ഉണ്ട്, ഓക്കെ, പിന്നെ ഇതിന്റെ സ്പീക്കർ ഉണ്ട്, ക്യാമറ ഉണ്ട്. ഇതൊക്കെ ഓരോരോ ഭാഗങ്ങളാണ്, അല്ലെ? ക്യാമറ ഒരു ഭാഗമാണ്, സ്പീക്കർ ഒരു ഭാഗമാണ്, അതിന്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട്, അതൊരു ഭാഗമാണ്, ബാറ്ററി ഒരു സ്റ്റേജ് ആണ്, അങ്ങനെ വിചാരിക്കാം. അപ്പൊ നമ്മൾ ഈ ഓരോരോ സ്റ്റേജിലും അതിന്റെ ക്വാളിറ്റി അഷ്വർ ചെയ്തിട്ടാണ് ഇതെല്ലാം ഒന്ന് അസംബിൾ ചെയ്ത് ഒറ്റ ഫൈനൽ പ്രോഡക്റ്റ് ആയി ഒരു സ്മാർട്ട് ഫോൺ ആക്കി മാറ്റുന്നത് ആണല്ലോ. അപ്പോ നമ്മൾ ഓരോ സ്റ്റേജിലും ക്വാളിറ്റി അഷ്വർ ചെയ്യുമ്പോൾ അതെല്ലാം അസംബിൾ ചെയ്ത് വരുന്ന ഫൈനൽ പ്രോഡക്റ്റ് അത് ആളുകളുടെ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടിയില്ലേ? അതാണ് എന്ത് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഇതാണ് കേട്ടോ. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില കീവേഡ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ചില കീവേഡ്സ് നോട്ട് ചെയ്ത് വെക്കുക. അതായത് സെന്റേഡ് ഓൺ പ്രൊവൈഡിങ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന് പറയുന്ന ഭാഗം അത് നിങ്ങൾ നോട്ട് ചെയ്ത്, അത് നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാനുള്ള ഒരു കീവേഡ് ആണ് കേട്ടോ. കോൺഫിഡൻസ് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നു. വിൽ ബി സാറ്റിസ്ഫൈഡ്. കണ്ടോ, ഫ്യൂച്ചറിലുള്ള കാര്യം പറയുന്നത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ള ഒരു ചെയ്യുന്നല്ല പറയുന്നത്, ചെയ്യും. നമുക്ക് സാധനം പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കിയിട്ടില്ല, പക്ഷെ നമ്മൾ ഓരോ സ്റ്റേജിൽ അതിന്റെ ക്വാളിറ്റി അഷ്വർ ചെയ്തിട്ടാണ് ഫൈനൽ പ്രോഡക്റ്റ് ആക്കി വിപണിയിലോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നൽകുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി തെറ്റിപ്പോകുമല്ലോ കാര്യം. ഇനി ക്വാളിറ്റി കൺട്രോൾ പറയുമ്പോഴും ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഒക്കെ പറയുമ്പോൾ അങ്ങോട്ട് മാറി പോവാതിരിക്കാനാണ് ഈ കീവേഡ് നോട്ട് ചെയ്ത് വെക്കാൻ കേട്ടോ. സോ പ്രൊവൈഡിങ് കോൺഫിഡൻസ്, വിൽ ബി സാറ്റിസ്ഫൈഡ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ഓർത്താൽ മതി. എന്താണ് ക്വാളിറ്റി അഷ്വറൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ടേം പറയുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് QI എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്? ഒരു കാര്യം നോക്കാം, ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് അല്ല, അത് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു എക്സാം എഴുതി ചിലപ്പോൾ ആകെ നമുക്ക് വലിയ മാർക്കൊന്നും ഉണ്ടാവില്ല, പിന്നത്തെ കാരണം കുറച്ചും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തു, കുറച്ചും കൂടി ഇംപ്രൂവ് ആയി, പിന്നെ നമ്മൾ എഴുതുമ്പോൾ ഒന്നും കൂടെ നമ്മൾ എന്താ പഠിച്ചിട്ടായി എഴുതുമ്പോൾ കുറച്ചും കൂടി ഇംപ്രൂവ് ആവും, അല്ലെ? അപ്പൊ ഈ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു തുടർച്ചയായ ഒരു പ്രോസസ് ആണ്, അതൊരു ഓൺഗോയിങ് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണല്ലോ. അതാണ് നിങ്ങൾ അവിടെ നോക്കുന്നത് കേട്ടോ. അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഓൺഗോയിങ് റെസ്പോൺസ്. ഓൺഗോയിങ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ കീവേഡ്. ഓൺഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ്. ഓക്കെ, തുടർച്ചയായിട്ട് അല്ലെ? ഇംപ്രൂവ് ചെയ്യാൻ അങ്ങനെ ഒരു ദിവസം കൊണ്ട് നടക്കുമോ? ഇല്ല, തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു കാര്യം. പയ്യെ ഇംപ്രൂവ് ചെയ്ത് വരുള്ളൂ. അപ്പൊ ഓൺഗോയിങ് റെസ്പോൺസ് ആണ് കേട്ടോ. ഓൺഗോയിങ് റെസ്പോൺസ് ടു ക്വാളിറ്റി evaluation data about a service in base that enhance the process by which services are given to consumers or patients. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ പറയുന്ന നമ്മുടെ കൺസ്യൂമർ എന്ന് പറഞ്ഞ പേഷ്യൻസ് ആണ്. നമ്മൾ രോഗിക്ക് കൊടുക്കുന്ന മെഡിക്കൽ സർവീസുകള് ഏറ്റവും മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ആ ഒരു പരിശ്രമം, ഓക്കെ, ഓൺഗോയിങ് റെസ്പോൺസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ്? നമ്മളൊരു കൺസ്യൂമറിന്, നമ്മുടെ കൺസ്യൂമർ പേഷ്യന്റ് ആണ്, ആ പേഷ്യന്റിന് കൊടുക്കുന്ന മെഡിക്കൽ സർവീസുകൾ ഏറ്റവും മികവുറ്റതാക്കാൻ, ഏറ്റവും മികച്ച സേവനങ്ങൾ കൊടുക്കാനായിട്ട് എന്താണ് നമ്മൾ കാലക്രമേണ മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തുടർച്ചയായിട്ടുള്ള ആ ഒരു പ്രോസസ്, ഓൺഗോയിങ് റെസ്പോൺസ്, അതിനെയാണ് നമ്മൾ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യത്തിനകത്ത് ഓൺഗോയിങ് റെസ്പോൺസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഓൺഗോയിങ് എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, അത് എന്താണ്? ഇംപ്രൂവ്മെന്റ് ആണ്. ഉത്തരം കിട്ടിയില്ലേ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ?
അപ്പൊ 2 ടേം കഴിഞ്ഞു കേട്ടോ. ക്വാളിറ്റി അഷുറൻസ് അതിൽ ഓർക്കേണ്ടത് കോൺഫിഡൻസ് വിൽ ബി സാറ്റിസ്ഫൈഡ് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇംപ്രൂവ് ചെയ്യുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇറ്റ് ഈസ് ആൻ ഓൺ ഗോയിങ് റെസ്പോൺസ്. ഓക്കെ, അടുത്തത് കേട്ടോ. അടുത്ത ടേം നമ്മൾ പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, TQM. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് TQM ഫുൾ ഫോം ആണ് കേട്ടോ. എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്? എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്? ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ദാറ്റ് സെന്റർഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് every member of staff should be committed to keeping high standards of work in every aspect of the hospital's operations. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ വശങ്ങളിലും, അതായത് ഒരു ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും എല്ലാ വശങ്ങളിലും ഏറ്റവും ഉയർന്ന ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ്, ഹൈ സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നതിന് അവിടുത്തെ ഓരോ മെമ്പേഴ്സും കമ്മിറ്റഡ് ആണ് എന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ദാറ്റ് ഈസ് കോൾഡ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ നമ്മുടെ പറയാൻ ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം എന്താ? അവിടെ വരുന്ന പേഷ്യൻസിന് ഏറ്റവും നല്ല സേവനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളും എല്ലാ വശങ്ങളും ഒരു ഹൈ സ്റ്റാൻഡേർഡ് നിലനിർത്തും. അതായത് ഏറ്റവും നല്ലൊരു സ്റ്റാൻഡേർഡ് നിലനിർത്തും എന്നുള്ള അവിടുത്തെ സ്റ്റാഫുകളുടെ ആ ഒരു കമ്മിറ്റ്മെന്റ്, ഓക്കെ, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ആണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു ഹോസ്പിറ്റൽ, ആ ഒരു ഹോസ്പിറ്റലില് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജികളും എല്ലാവിധ എക്യുപ്മെന്റ്സുകളും ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ആണല്ലോ. ഓക്കെ, പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അത്ര കമ്മിറ്റഡ് അല്ല എന്ന് വിചാരിക്കും. അവര് കമ്മിറ്റഡ് അല്ലെങ്കിൽ നമുക്ക് നല്ല സേവനം കിട്ടും, ആലോചിച്ചോക്കെ, നല്ല സേവനം കിട്ടുമോ? കിട്ടില്ല. എത്ര ടെക്നോളജി ഉണ്ട്, എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെയുള്ള സ്റ്റാഫുകൾ ഒട്ടും കമ്മിറ്റഡ് അല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് നല്ലൊരു സേവനം ഒരിക്കലും കിട്ടില്ല. നല്ല സേവനം കിട്ടണമെങ്കിൽ എല്ലാം ഒരുപോലെ സംയോജിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല സേവനം കിട്ടുള്ളൂ അല്ലെ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളും അവർ കൊടുക്കുന്ന സേവനങ്ങളിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം എന്താണ് ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം അല്ലെ, ഒരു പ്രതിബദ്ധത അല്ലെ, കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം എന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മാനേജ്മെന്റ്. എങ്കിൽ മാത്രമല്ലേ ഒരു ടോട്ടൽ ക്വാളിറ്റി എവിടെ സാധ്യമാവുള്ളൂ അല്ലെ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നല്ലേ പറയുന്നത്. ഒരു മൊത്തത്തിലുള്ള ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് നടക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന സ്റ്റാഫുകളും കൂടെ അവിടെ കമ്മിറ്റഡ് ആവണം അല്ലെ. അതും കൂടെ സാധ്യമാകുമ്പോഴാണ് അവിടെ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. സോ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് സെന്റർഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എവരി മെമ്പർ ഓഫ് സ്റ്റാഫ് ഷുഡ് ബി കമ്മിറ്റഡ് to keeping high standards of work in every aspect of the hospital's operations. That is called the total quality management. Okay, clear ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് ഇതിന് കീവേഡ് ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ ആ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ കാര്യത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചാൽ മതി. എല്ലാ സ്റ്റാഫുകളും കൂടെ കമ്മിറ്റഡ് ആയാലല്ലേ മൊത്തത്തില് നമുക്ക് ക്വാളിറ്റി മാനേജ്മെന്റ് സാധ്യമാവുള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടില്ലേ ഇതിന് ആൻസർ? ഓക്കെ, പിന്നെ അടുത്തത് നെക്സ്റ്റ് രണ്ട് ഇതും കൂടെ നമുക്ക് പറയാനുണ്ട്. ഒന്ന് ടോട്ടൽ ക്വാളിറ്റി കെയറും ക്വാളിറ്റി കൺട്രോളും ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ക്വാളിറ്റി അഷുറൻസ് എന്താണ്? പിന്നെ എന്താണ് ചോദിച്ചത്? ആരാണ് ചോദിച്ചത്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും അല്ലെ, ഷംസീനെയാണ് ചോദിച്ചത്. എന്തായിരുന്നു അഡ്വാൻറ്റേജ്? ഞാൻ പറഞ്ഞത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡില് നമ്മളൊരു രോഗിക്ക് കൊടുക്കുന്ന എല്ലാവിധ പരിചരണങ്ങളെ പറ്റിയിട്ടും നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്ത് വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്ത ഒരു രോഗിയുടെ ആ ഒരു 5 days ആണ്, ആ ഒരു 5 days ആണ് അവരവിടെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തത് അല്ലെ. ആ ഒരു സമയത്ത് ആ പേഷ്യന്റിന് എന്തൊക്കെ പരിചരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ പ്രൊസീജിയറുകൾ നടത്തിയിട്ടുണ്ട്, എന്തായിരുന്നു അവരുടെ പ്രോഗ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ലഭിക്കുകയാണ് അല്ലെ. ഒരുമിച്ച് ലഭിക്കുന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. എന്ന് വെച്ചൊരു
പർട്ടിക്കുലർ എപ്പിസോഡില് പർട്ടിക്കുലർ ടൈം പീരീഡില് അവർക്ക് കൊടുത്തിട്ടുള്ള പരിചരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അതിന്റെ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ അഡ്വാൻറ്റേജ്. ഡിസ്അഡ്വാൻറ്റേജ് എന്താ പറയുന്നത്, ഒരേപോലെയുള്ള വിവരങ്ങൾ ഒരുമിച്ചാണോ അവിടെ ഇരിക്കുന്നത്? ഒരേപോലെയുള്ള വിവരങ്ങൾ ഒരുമിച്ചാണോ? അല്ലല്ലോ. ഇന്നൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, പിന്നെ ചിലപ്പോൾ വ്യാഴാഴ്ചയായിരിക്കും ചെയ്യുന്നത്, വ്യാഴാഴ്ചത്തെ ഡേറ്റിലായിരിക്കും എടുക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ഈ ബ്ലഡ് ടെസ്റ്റ് ഒരേ ടൈപ്പ് ടെസ്റ്റ് ആണ്, പക്ഷെ ഒരെണ്ണം തിങ്കളാഴ്ചയാണ് ചെയ്തത്, ഒരെണ്ണം വ്യാഴാഴ്ചയാണ് അതിൽ കിടക്കുന്നത് അല്ലെ. കാരണം ഡേറ്റിനനുസരിച്ച് അങ്ങനെ വരുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കമ്പയർ ചെയ്യാൻ പറ്റുന്നല്ല പറയുന്നത്, ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരേപോലെയുള്ള വിവരങ്ങൾ ഒരുമിച്ചല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ കമ്പയർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതാണ് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ്. അതേസമയം നിങ്ങൾ SOMR നോക്കിയേ, അവിടെ ഒരേപോലെയുള്ള വിവരങ്ങൾ ഒരുമിച്ച് ഒരു സെക്ഷൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനെടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ, ഇവിടെ ഡേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ കമ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് കേട്ടോ. ഓക്കെ, ഇത്രയുള്ളൂ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാര്യം സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഓപ്ഷനകത്ത് ഈ പറയുന്ന എല്ലാം ഉണ്ടാവും. അഷുറൻസ് ഉണ്ടാവും, കൺട്രോൾ ഉണ്ടാവും, ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ടാണ് കീവേഡും കാര്യങ്ങളും പറഞ്ഞത് കേട്ടോ, കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനാണ്. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.